തന്നെ ദേവസ്വം ഓഫീസിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു വന്നായിരുന്നു. പ്രസിഡന്റിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എടോ നമ്പൂതിരി, താനീ അമ്പലത്തിലെ ആരാ? ഞാൻ കീഴ്ശാന്തി. നിങ്ങളിൽ ചിലർ ദേവസ്വം ബോർഡിനും എനിക്കുമെതിരെ പ്രവർത്തിക്കുന്നതായി ഞാൻ അറിഞ്ഞു. സാർ, അത് ഞാൻ... നിങ്ങളുടെ ചുവരെഴുത്തും വാറോലിയും ഞാൻ കണ്ടു. ഞാൻ അന്യ മതക്കാരനാണെന്നും കട്ടുമുടിക്കാനാണ് ഇതിനകത്ത് കയറി കൂടിയതെന്നും നിങ്ങൾ കൂവി വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ കൂട്ടത്തിലൊന്നും ഞാനില്ല സാർ. മുഖത്ത് നോക്കി കളവ് പറയുന്നു. പ്രകടനത്തിലും യോഗത്തിലും താൻ പങ്കെടുത്തത് കണ്ടവരുണ്ട്. ഇവിടത്തെ എച്ചിൽ നിന്ന് കഴിയുന്ന താൻ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ. മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞ സംഘത്തിലും സമരത്തിലും പെട്ടവനല്ല ഞാൻ. ബോർഡിനോ പ്രസിഡന്റിനോ എതിരായിട്ട് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സംശയമോ? വാട്ട് യു മീൻ? എടാ, നിന്നെ ഞാൻ കണ്ടോളാം. നിങ്ങൾ എന്തിനാ കരയണേ? ഏട്ടന് വല്ലതും പറ്റിയോ? എന്ത് പറ്റാൻ? ആളുകൾ ഇവിടെ വന്ന് പലതും പറഞ്ഞു. ഏട്ടൻ തല്ലുകൂടിയെന്നും. ഒന്നും വിശ്വസിക്കണ്ട. നിങ്ങൾ കാണുന്നില്ല എന്നെ? അത്ര കുട്ടി, മോള് കരയാതെ. ഒരു ചെറിയ വാക്കേറ്റം അത്രേ ഉണ്ടായുള്ളൂ. നമ്മൾ എന്തിനാ അതിനൊക്കെ പോണത്? അവരൊക്കെ വലിയ ആളുകളല്ലേ. എന്ന് വെച്ച് മുഖത്ത് നോക്കി തന്തയ്ക്ക് വിളിച്ചാൽ കേട്ടോണ്ടിരിക്കണോ? അത്രയ്ക്ക് ആണത്വമില്ലാത്ത നാണം കെട്ടവനല്ല ഞാൻ. ആവശ്യമില്ലാതെ വഴക്കിന് പോയിട്ട് ആർക്കാ ലാഭം? ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞില്ലേ? ഓട്ടെ, കാലത്തും വൈകിട്ടും പോയി നേരിച്ച മാസം കിട്ടുന്ന ശമ്പളം 75 രൂപയാ. അറിയോ? ചോര നീരാക്കി ചന്ദനം അരച്ചുരുട്ടിയാ കിട്ടുന്ന 3 രൂപ. കൂറില്ല. ദക്ഷിണ മേൽശാന്തിക്കേ ഉള്ളൂ. വരായിക്ക് കുറഞ്ഞാലും ഒരു ജോലിയായിരുന്നില്ലേ? ഇനി എന്തോ ചെയ്യും? ഇതുവരെ ബ്രാഹ്മണ്യത്തിൽ അഭിമാനിച്ചിരുന്നവനാ ഞാൻ. അതിന് വിലയില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. സത്യവും ധർമ്മവും അല്ല, പണമാ വലുത്. അത് ഞാൻ ഉണ്ടാക്കും. എങ്ങനെയെങ്കിലും, എന്ത് ജോലി ചെയ്തെങ്കിലും. എന്താ സാർ? എന്താ എന്താ ഇത്? കൊച്ചുതിരുമേനി അമ്പലത്തിലെ തിരുവാഭരണം കട്ടുന്ന്. സമയദോഷം അല്ലാണ്ട് എന്ത് പറയാനാ? ദൈവത്തിന്റെ മുതൽ ആര് കേട്ടാലും വിടില്ല. എന്തിനാ ബഹളം വെക്കണേ? പുറത്തു കൊണ്ടുവരുമ്പോ എല്ലാവർക്കും കാണാലോ. പണ്ട് അടിയാന്റെ ചോര കുടിച്ച് മതിച്ച് നിങ്ങൾക്കിപ്പോ തടി നിങ്ങൾ ജീവിക്കാൻ കക്കണമല്ലേ? പക്ഷേ ദൈവത്തിന് വേണ്ട. നിങ്ങൾ നോക്ക്, അടുക്കളയിൽ നോക്ക്, ആ മേശയുടെ അലമാരയിൽ നോക്ക്. നിങ്ങളുടെ മകൻ എന്നെ ഭീഷണിപ്പെടുത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തല്ലി. അതൊക്കെ ക്ഷമിക്കാം. പക്ഷേ ഇതങ്ങനെ വിടാനൊക്കത്തില്ല. ഇതെല്ലാം നോക്ക്. പറയടാ, ഇതിന് ബാക്കിയോടെ? എനിക്കറിയില്ല. ക്ഷമിക്കണം തമ്പുരാട്ടി, അടിയങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. പിന്നെ കീഴ്ജാതിക്കാരനായി ഞാൻ തൊട്ട് അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ഇതാ 2 രൂപയുണ്ട്. എല്ലാവരും എണ്ണ വാങ്ങി വൃത്തിയായി കുളിച്ച് ഐറ്റം മാറ്റി. എന്നാ ഇതിന്റെ ബാക്കി എവിടെയുണ്ടെന്ന് ഞങ്ങൾ ഇവരെ കൊണ്ട് പറയിപ്പിച്ചോളാം. ഞാൻ മോഷിച്ചിട്ടില്ല. ഞാൻ മോഷിച്ചിട്ടില്ല. ഞാൻ മോഷിച്ചിട്ടില്ല.
प्रसाद, ये सोने की जगह नहीं और कहीं जाके सो। ഒരു ചായ. എടാ നാട് മുഴുവൻ ഇറങ്ങി ഉണ്ടാക്കണ പൈസ നീ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ടാളുന്നത്? വെറുതെ കൊണ്ടിട്ടാളില്ല, ചിലപ്പോ കിട്ടും ചെയ്യും. കുഞ്ഞാലിക്കൊക്കെ അതിന്റെ രസം അറിയണമെങ്കിലേ നിങ്ങൾ വന്ന് കെട്ടിവെക്കും. ഒന്ന് വെച്ചാൽ 5 കിട്ടും, ചിലപ്പോ 10 കിട്ടും. ഞമ്മക്കാ കൈ വേണ്ട. ആ ഞമ്മക്ക് കാര്യണ്ട്, നമ്മളെ കച്ചവടം നടക്കുമല്ലോ. ഒരു ബന്നും കൂടെ. ഇപ്പൊ എത്രയായി? 4. അല്ലോ എവിടെയാണോ ഈ മയ്യത്ത് കെട്ടിലുണ്ട് വെച്ച് കുറച്ച് അരിക്കേക്ക് വെച്ചൂടെ? എന്താ ഈ നോക്കി പഠിപ്പിക്ക? अच्छा वॉच है, ओरिजिनल वॉच. नहीं चाहिए, मेड इन जापान. मेरा को नहीं चाहिए. मेड इन जर्मनी. जाना ही. मेड इन स्विट्जरलैंड. जाना. मेड इन ഞെളിയം പറമ്പ്. जाना. എടാ എന്റെ ഒക്കെ ബാപ്പ കെട്ടാനായിക്കടാ മാരി. ഒരു പെണ്ണും കൂടെ. ഒരു പെണ്ണും കൂടെ. 6 റുപ്യ 45 പൈസ. ഇനി എന്താ വേണോ? എന്റെ പൈസ എടുക്ക്. പൈസ ഇല്ല. പിന്നെ പൈസ ഇല്ലാണ്ട് അടിച്ച് വായിലെ പല്ലു വയ്ക്കും ഞാന്. എടാ അതെ എന്തേ വിളിക്കണോ നമ്മളെ ആളുകളെ? എന്തേ പിടിച്ചു കെട്ടി കയ്യും കാലം ഓടിക്കണം. എന്നിട്ട് പൈസ ഇല്ല തന്നെ. എന്ത് വേണേലും എന്നെ ചെയ്തോളൂ, പട്ടിണി കിടക്കുന്നതിലും ഭേദമല്ല അത്. എടാ നമുക്കേ അതിന്റെ ഒടുക്കത്തെ തീറ്റി കണ്ടപ്പോ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാലും പട്ടാപ്പകൽ ഇങ്ങനെ ഒരുത്തം വന്ന് പറ്റിക്കൊന്നും നമ്മള് കരുതിയില്ല. എടാ ഹംക്കെ എടാ ഉളുപ്പില്ലാണ്ട് വാങ്ങി നക്കിയിട്ട് എന്തിനടാ ആ പാവപ്പെട്ട കുഞ്ഞാലിക്കാക്കൻ ഇടങ്ങാറാക്കണേ? എടാ ഇവിടെ എത്ര വലിയ വലിയ ഹോട്ടലുണ്ട്, അവിടെ കയറി നെയ്ച്ചോറോ ബിരിയാണിയോ കോഴി പൊരിച്ചതോ പൊറോട്ടയോ എന്ത് വേണം നക്കിക്കൂട. ആ പൂജായില്ലേ ഇങ്ങോട്ട് കൊണ്ടായി. അവിടെയുള്ളവരുടെ ഭാഷ എനിക്കറിയില്ലല്ലോ. ഇദ്ദേഹത്തോട് സങ്കടം പറഞ്ഞ ഒരു മലയാളി ആയതുകൊണ്ട്. മലയാളി ആ പേരും പറഞ്ഞ് നാട് നാറ്റിക്കാൻ വരുന്നവരാ കാട്ടു കള്ളന്മാര്. പെട്ടിയും പെട്ടിയും കുറച്ചൊക്കെയായിട്ട് കയറി വരും. ആ പെട്ടി കെടുക്കും. ആ പെട്ടിയിലൊന്നുമില്ല, എന്റെ മുഷിഞ്ഞ ഒരു മുണ്ടും ഷർട്ടേ ഉള്ളൂ. ആ അത് മേശ നടക്കാനും വിളക്കി തീരിടാനും പറ്റും. പഴയ നഗരത്തിനും കിട്ടും കായ്. ആ നടക്ക്. ആ വണ്ടി അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട. തോൽപ്പിക്കാനൊന്നുമല്ല, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ അന്ന് നിങ്ങളുടെ കാശ് ഞാൻ തരും. വിസായം പറഞ്ഞേക്കാണ് നടന്നോ, അല്ലെങ്കിൽ തടി മുടക്കാവൂ. ആ ഞമ്മക്ക് വേറെ പണിയുണ്ട്. എന്റെ ഇങ്ങോട്ട് വാടോ. പുറമെ ചാടി കളിക്കെങ്കിലും കുഞ്ഞാലിക്കിന്റെ ഉള്ളു നല്ലതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്ന് അലഞ്ഞു നടന്ന കാലത്ത് നമ്മൾ സഹായിച്ച ആളാണ്. പിന്നെ തിരക്കൊഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതി. വിടണ്ട, വൈത്താല് കൂടിക്കോളി കേട്ടാ.